പ്രിയപ്പെട്ട സഖാക്കളെ, എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ. എനിക്ക് ഭയങ്കര ഭീഷണി പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം രാജ്യത്തിന് അതീതമായിട്ടുള്ള നമ്പറെന്നാണ്, രാജ്യാന്തര നമ്പറുകൾ എന്നാണ് വരുന്നത്. ഈ വരുന്നവർ വിളിക്കണത്, നീ CPM എന്തിനാണ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ അങ്ങനെ. ഇവിടെ നാട്ടിലുള്ള ഏതെങ്കിലും സഖാക്കൾ പച്ചയ്ക്ക് പറയട്ടെ. പിന്നെ ഇസ്ലാമിക തീവ്രവാദികൾ, ഞാൻ ചോദിക്കട്ടെ, KMCCയുടെ ഔദ്യോഗിക ഭാരവാഹികൾ, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള മുസ്ലിം സാമുദായിക നേതാക്കന്മാർ, അവരാരെങ്കിലും പറയട്ടെ, പരസ്യമായിട്ട് പറയട്ടെ, ഒരു ഒറ്റ അക്ഷരം പറഞ്ഞാൽ മതി, ഞാനവരുടെ കാലിൽ പോയിട്ട് വന്നിക്കും. ഇവരെ വിചാരം ഇവരൊരു ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനടുത്ത് കഴിഞ്ഞ് പോയി ഞാനവിടെ ഒറ്റയടിക്കൊന്നും ഇല്ലാണ്ടായിരുന്ന ഞാൻ പറഞ്ഞ് നാളെ രാവിലെ തെക്ക് ചെയ്യാണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ സ്വയം നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ഇവർ കരുതുന്ന പോലെ ഇവരുടെ മുമ്പിൽ പിന്നെ ഈ കാല് വണങ്ങാൻ പോകുന്ന ഒരാളെ കൂട്ടത്തിൽ രാജൻ ജോസഫിനെ കിട്ടും എന്നുള്ളത് അവർ പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാൻ ഈ മലപ്പുറത്ത് കടന്നിട്ടും ഈ മുസ്ലിം ലീഗിൻ്റെ ഇടയിലും ഈ CPM-നകത്തും ഒക്കെ പ്രവർത്തിച്ച ആളല്ലേ. എന്നെന്തിനാ ഭീഷണിപ്പെടുത്താൻ വരുന്നേ? പോയി പണി നോക്കാൻ പറയുന്ന ആള് പുല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നുള്ളത് ഞാൻ ആദ്യമേ പിന്നെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ, അത് മാത്രമേ ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസ് മത്സരിക്കുമ്പോൾ പോലും ഇന്ത്യൻ വംശജർ പോലും കമലാ ഹാരിസിന് വോട്ട് ചെയ്യില്ല, ഡൊണാൾഡ് ട്രംപിന് വോട്ട് ചെയ്യുന്നുള്ളതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചരിത്രം ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ പോയതപ്പോൾ എങ്ങോട്ടെത്തി? ട്രംപ് പിന്നെ ഔദ്യോഗികമായി പ്രസിഡന്റ് സ്ഥാനത്ത് അധികാരം ഏറ്റെടുത്തിട്ടില്ല. അതിനു മുമ്പ് ഹമാസിനെ പുറത്താക്കാൻ ഖത്തർ തീരുമാനിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഖത്തറിനെ കുറിച്ച് ഞാൻ 2 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. ഞാൻ പറഞ്ഞ ഖത്തറിന് നിലനിൽപ്പില്ല, ഖത്തറിനെ നിലം തൊടിക്കില്ല. ഖത്തറിന് ഇവരെയൊക്കെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്. ലോകത്തുള്ള മുഴുവൻ ഹൂതികളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്, ഇറാനെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്. കുറച്ചു കാലം പിന്നെ ഈജിപ്തിലെ ബ്രദർഹുഡിനെ, മുസ്ലിം ബ്രദർഹുഡിനെ, മുർസിനെ സഹായിച്ചിരുന്നു. മുർസി പിന്നെ അവസാനം ജയിലിൽ കിടന്ന് അറിയിച്ചകത്തത് നാട്ടുകാർ പിടിച്ച് അകത്തിട്ട് തല്ലി കൊന്നു എന്ന് പറയുന്ന മാതിരിയുള്ള അവസ്ഥയിലുണ്ടായി. അത് മാത്രമല്ല, ഈ ഖത്തറിനുമായിട്ട് പിന്നെ ഇന്ത്യയുടെ പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല ബന്ധമുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ ഉണ്ടായത്? ഹമാസിനോട് ഖത്തർ വിട്ടു പോകാൻ പറഞ്ഞു. ഖത്തർ ഔദ്യോഗികമായിട്ട് അവർ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും, ഇതിനു മുമ്പ് താലിബാനിൻ്റെ ഇറന്ന കാലത്ത് പോലും താലിബാന് അഭയകേന്ദ്രം കൊടുത്ത ഒരേ ഒരു ലോകത്തെ രാജ്യമാണ് ഖത്തർ. ഖത്തറിന് കളിച്ചു കഴിഞ്ഞാൽ ഖത്തറിനറിയാം ട്രംപാണ് വരുന്നത്. ട്രംപ് ഒന്നും നോക്കില്ല. ജോ ബൈഡൻ്റെ മാതിരി പിന്നെ ഒരു എന്താ പറയുക, സവിശേഷമായ മൈൻഡിലൊന്നും നിൽക്കില്ല. ഒറ്റ സോഫ്റ്റ് കോളും ഉണ്ടാവില്ല. ഒറ്റയടിക്ക് പിന്നെ ജനപണി പോയിക്കൊന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ ആർമി അവിടെ നിന്ന് തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് സാമ്പത്തികമായ നഷ്ടം ഉണ്ടാവുമെങ്കിലും അവർക്ക് കച്ചവടമാണ്. അമേരിക്കയ്ക്ക് ഇതെല്ലാം കച്ചവടം. അമേരിക്കയ്ക്കും ബ്രിട്ടനും എല്ലാം കച്ചവടം. യൂറോപ്യൻ രാജ്യങ്ങൾക്കും മുഴുവൻ കച്ചവടത്തിന് മാത്രമേ താല്പര്യമുള്ളൂ. അല്ലാതെ അവർക്ക് മാനുഷികതയിലൊന്നും താല്പര്യമില്ല. അത് സ്കാൻഡിനേവിയൻ നാഷണൽസിൽ പിന്നെയും കുറച്ചുണ്ട്. ഇവരെ സംബന്ധിച്ചാൽ കച്ചവടം മാത്രമാണ്. ഇവർക്കിപ്പോൾ വേറെ ഉള്ള വെൽവിഷേഴ്സേ അല്ല. ഓൾക്ക് പൈസ എന്താ കിട്ടുക, അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യും. അപ്പം അമേരിക്ക ഒറ്റയടിക്ക് പിന്നെ ഈ കച്ചവടം വേണ്ടാന്നാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഖത്തർ വിട്ടുപോയി. പിറ്റേന്ന് ഖത്തറിൻ്റെ അമീർ മാറും. വേറെ ആരെങ്കിലും ആ കൊട്ടാരം പിടിച്ചെടുക്കും. പിന്നെ മറ്റേ ശ്രീലങ്കൻ പ്രസിഡന്റിൻ്റെ വീട്ടിലും ഒക്കെ ആൾക്കാർ പോയ മാതിരി, നേരെ ഷെയ്ഖ് ഹസീനയുടെ വീട്ടിലൊക്കെ ആൾക്കാർ പോയ മാതിരി ഒന്നായിട്ട് തെരഞ്ഞു പിടിച്ച് ഖത്തറുകളിൽ പോകും. കാരണം ഖത്തറികൾക്ക് എത്രത്തോളം അമർഷമുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഖത്തറിൽ ഉണ്ടായിരുന്നാണല്ലോ 10 വർഷത്തോളം. അപ്പോൾ ഇങ്ങനെ പോകുമെന്നുള്ള പേടിയുണ്ട്. ഇവരുടെ രാജ്യഭരണം നഷ്ടപ്പെടുന്നുള്ള പേടിയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ അമീറിൻ്റെ വാപ്പ അമീർ, ഇവന് പിന്നെ ഇപ്പോഴത്തെ അമീറിന് അധികാരം കൈമാറി കൊടുത്തതുകൊണ്ടാണ് പേടിച്ചിട്ടാ. കാരണം മകൻ എന്നെ കൊന്നു കളയുമെന്നുള്ള പേടിയാണ്. കാരണം അയാളെ വാപ്പേനെ ഫ്ലൈറ്റിൽ വന്നപ്പോൾ ജയിലിൽ അടച്ച ആളാണ്. ഇപ്പോഴത്തെ ഷെയ്ഖ് അമീറിൻ്റെ ബാപ്പ അൽത്താരിയുടെ ബാപ്പാനെ
ഈ അൽത്താനി ഇവൻ്റെ ഉപ്പ നേരെ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയപ്പോൾ നേരെ കൊണ്ടുവന്നിട്ട് ജയിലിൽ അടച്ചിട്ടാണ് അധികാരം പിടിച്ചെടുത്തത്. അതിൽ ബാപ്പി മോനൊന്നുമില്ല. അതിൽ മുഗൾ വംശജരുടെ അതേ ചരിത്രമാണുള്ളത്. ഇവർക്ക് ഒരു ജനാധിപത്യവും ഇല്ല, ഒരു കുന്തവും ഒന്ന് തേങ്ങയില്ല. പിന്നെ എന്ന് വെച്ചാൽ സമാധാനമായിട്ട് ജീവിക്കുക. കാരണം എന്ന് വെച്ചാൽ പിന്നെ മൊത്തം കൈകാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുള്ള യൂറോപ്യൻ കൺട്രികളെയാണ്. അതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാം. കാരണം വെച്ചാൽ അമേരിക്കൻ ആർമി ബേസ് അവിടെയുണ്ട്. ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം ഇസ്രായേലുമായിട്ടുള്ള വിഷയത്തിനകത്ത് ഇവർ ഹമാസിനെ അവിടെ നിന്നുള്ള തലസ്ഥാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹമാസിനോട് ആവശ്യപ്പെട്ടു. ഇസ്മായിൽ അനിയ മരിക്കുന്നത് വരെ ടെഹ്റാനിലേക്ക് അവസാന യാത്ര പോയതാണ്. അതുവരെ അദ്ദേഹം ദോഹ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. താലിബാൻ പിന്നെ ഇവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് മുൻകൈ എടുത്താണ് അന്ന് ഈ ബഹ്റിനും ഈജിപ്തും UAEയും സൗദി അറേബ്യയും ഇവർക്കെതിരെ ഈ പിന്നെ എന്താ പറയുക വിലക്ക് പ്രഖ്യാപിച്ച സമയത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലാണ് തീരുന്നത്. പക്ഷേ ജോ ബൈഡൻ ഒരു എന്താ പറയുക ഒരു ഒന്നിനും കൊള്ളാത്തൊരു നോളയായിരുന്നു, മൊണ്ണയായിരുന്നു. അയാൾ ഒന്നിനും കൊള്ളില്ല. അയാളപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇങ്ങനെ പിന്നെ എൻ്റെ മാതിരി വെള്ളമടിച്ച് നടക്കുക എന്നുള്ള മാതിരിയുള്ള ഒരു സ്വഭാവം കാണിച്ചു കൊണ്ടിരുന്നു. അത്രയേ ഉള്ളൂ. അയാൾ അല്ലാതെ വൈറ്റ് ഹൗസ് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാനോ പ്രസിഡന്റ് സ്ഥാനം മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാനോ നാളെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷേ ഇവരുടെ ഈ ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ ഉണ്ടാകുന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ കൂടെ കൂടും, ഇറാൻ്റെ കഥ തീരും. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി പ്രവചിച്ച മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രവചിച്ചതാണ്. ഒന്ന്, ഡൊണാൾഡ് ട്രംപ് ജയിക്കുന്നുള്ളത് ഞാൻ പ്രഖ്യാപിച്ചു. ഇവിടുത്തെ മാധ്യമങ്ങൾ വരെ ഇഞ്ചോടിഞ്ചു പോകാനായിട്ടെന്നാണ് പറഞ്ഞത്. സാറ്റലൈറ്റ് മാധ്യമങ്ങൾ വരെ എന്ത് ഇഞ്ചോടിഞ്ച്, മൂപ്പര് നല്ല മാർജിനിലാണ് ജയിച്ചു. കമലാ ഹാരിസിന് പോലും ഇന്ത്യൻ വംശജർ പോലും വോട്ട് ചെയ്യില്ല എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പ്രവചിച്ചു. സംഭവിച്ചില്ലേ? എൻ്റെ ഒരുപാട് തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ശരിയായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു ചേലക്കര മാത്രം CPM, അവിടെ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. പിന്നെ വടകരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അതെന്ന് വെച്ചാൽ ഇവൻ ജയിക്കുന്നുണ്ട്, ഷാഫി ജയിക്കുന്നുണ്ട്. CPM ഒറ്റ സീറ്റാണ് കിട്ടാൻ പോകുന്നതെന്നുള്ളത് ഞാൻ പ്രഖ്യാപിച്ചതാണ്. ശരിയായില്ല. തൃക്കാക്കരയിൽ 22,000 വോട്ടെങ്കിലും മിനിമം ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ്. ഇലക്ഷൻ്റെ വോട്ടെണ്ണലിൻ്റെ തൊട്ട് തലേന്ന് തന്നെ പിന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അന്തരിച്ച ശ്രീ പി.ഡി. തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിൻ്റെ മകൻ എന്നെ വിളിക്കുമ്പം ഞാൻ പറയുകയാണ് അവനോട്, ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു, നീ ഒറ്റ പേടിയും മേടിക്കണ്ട ചേട്ടാ, വിഷമം നെഞ്ചിലെ വിഷമം അപ്പം മേടിച്ചതിനേക്കാളൊരു 1000 വോട്ടെങ്കിലും അമ്മ കൂടുതൽ മേടിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. എടാ ഒരു 22,000 വോട്ടാണ് ഞാൻ കാണുന്നതെന്ന്. 22,000 വോട്ട് മാർജിനിലെത്തിയപ്പോൾ അവരെന്നെ തിരിച്ചു വിളിച്ചു. വിഷ്ണു, ഡോക്ടർ വിഷ്ണു. അവരെന്നോട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞ സ്കോറ് മാറികളഞ്ഞു എന്ന് പറഞ്ഞു. 25,000 ചില്ലാനും വോട്ടിനാണ് ജയിച്ചത്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമ്പോൾ ചാണ്ടിച്ചനുമായിട്ട് എനിക്ക് നല്ല വ്യക്തിബന്ധമായിട്ട് ഒക്കെ ഉള്ള ആളാണ്. ചാണ്ടിയുമ്മ മത്സരിക്കുമ്പോൾ ഞാൻ ആ വ്യക്തിബന്ധം വെച്ചിട്ടില്ല. പക്ഷേ അവിടുത്തെ ഒരു പൾസ് അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത്, കാരണം എൻ്റെ ടീം അവിടെ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ അവരുടെ നിന്നെല്ലാം വിവരങ്ങൾ കളക്ട് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞു 30,000 വോട്ടിന് മേളിൽ ജയിക്കും. ചാണ്ടിയുമ്മനല്ല, ജെക്സി തോമസ് ജയിക്കുന്നത് എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ വീഡിയോയ്ക്കകത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 30,000 വോട്ടിൽ കൂടുതൽ ജയിക്കും. 30,000 വോട്ടിൽ കൂടുതൽ ജയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തുമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് വലിയ പണിയായിട്ടൊന്നും ഞാൻ കണക്കൂട്ടുന്നില്ല. നാളെ തെങ്ങിന് വട്ടം കളിക്കാൻ പോവും, നെല്ല് കൊയ്യാൻ പറ്റിയാൻ പോകും, ആൾക്ക് വേറെ കാര്യം. അല്ലാതെ ഞാൻ വലിയ മാധ്യമ പ്രവർത്തനങ്ങളാണെന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ പ്രവചിച്ചതെല്ലാം ശരിയായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പ്രവചിച്ചതെല്ലാം ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ കാര്യങ്ങൾക്കകത്തും പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ തോന്നിയാസം കളിക്കരുത് എന്നുള്ളതാണ്. ഒന്ന്, ഇയാളെ അൻവറിനെ ഉറപ്പിച്ച് CPM പറ്റിയിട്ടുള്ള വലിയ അബദ്ധമാണ്. അൻവറിനോട് 100% യോജിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അൻവർ പക്ഷേ ഒരു വെല്ലുവിളി നടത്താൻ കെൽപ്പുള്ള ആളാണ്. ആരോടാ? എന്നെ പോലെ തന്നെ ഒരു പ്രസ്ഥാനത്തോടാണ്.
ഞാനിപ്പോൾ സ്ഥാനത്തോട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് പിന്നെ വേറെ സാമൂഹികമായിട്ടുള്ള സംരക്ഷണമൊന്നുമില്ല. 50 വർഷം MLA എന്നുള്ള പരിരക്ഷണമുണ്ട്. എന്നാൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയോടാണ് വെല്ലുവിളിക്കുന്നത്. അത് ആലോചിക്കണ്ടേ? ഇവർ ഈ ഇപ്പം അമേരിക്കയിലെ വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ അടുത്ത് കയറി അറ്റാക്ക് ചെയ്യും. ഹമാസിന് എവിടെ സ്പേസ് ഇല്ലാത്ത അവസ്ഥ വരും. ഹമാസിന് ഇറാനും പിന്നെ ലെബനനിലെ ഒരു ഗ്രൂപ്പ് മാത്രമേ സഹായിക്കാനുള്ളൂ. ഇവർ സഹായിക്കില്ല. സൗദി അറേബ്യ സഹായിക്കില്ല, UAE സഹായിക്കില്ല, ബഹ്റിൻ സഹായിക്കില്ല. ഇവരെങ്ങാനും അഥവാ ഖത്തർ സഹായിച്ചു കഴിഞ്ഞാൽ ഖത്തറിനെ ഇവർ വീണ്ടും ശരിയാക്കും, എല്ലാ അറബ് രാജ്യങ്ങളും കൂടിയിട്ട്. അതിന് കുറച്ചൊരു വ്യത്യാസം വരുന്നത് കുവൈറ്റിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പം ഹമാസ് പോകുന്നത് ഭയങ്കര അപകടത്തിക്കാണ്. ഇസ്രായേലും ട്രംപ് വന്നു കഴിഞ്ഞാൽ, ട്രംപ് ജനുവരിയിൽ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിനെ നേരിട്ട് അമേരിക്ക അറ്റാക്ക് ചെയ്യും. അതോടുകൂടി ഇസ്രായേൽ തീരും. ആയത്തുള്ള കൊമനേൻ്റെ മയ്യത്ത് നമസ്കാരം നമുക്ക് കേരളത്തിൽ നടത്താം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലാണുള്ള ഈ മയ്യത്ത് നമസ്കാരം നടത്തുന്ന പരിപാടി ഉള്ളത്. അതിന് മുമ്പ് രാജൻ ജോസഫിൻ്റെ മയ്യത്ത് നമസ്കാരം നടത്താൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആയത്തുള്ള കൊമേനിയുടെ മയ്യത്ത് നമസ്കാരം കേരളത്തിൽ നടത്താനുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രതീകാത്മകമായിട്ടുള്ള മയ്യത്ത് നമസ്കാരം കേരളത്തിൽ നടത്താനുള്ള സാധ്യത വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പം താലിബാൻ്റെ കേന്ദ്രം ഇവിടെയായിരുന്നു, ഖത്തറായിരുന്നു, ദോഹയായിരുന്നു. താലിബാൻ ഡിസ്മിസ് ചെയ്യപ്പെട്ടതിന് ശേഷം പോലും അവർ വർഷങ്ങളോളം പ്രവർത്തിച്ചു. ദോഹ കേന്ദ്രീകൃതമായിട്ട് അവർക്ക് കോൺസുലേറ്റ് പോലുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള രാജ്യമാണ് ഹമാസിനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഡിസ്മിസ് ചെയ്യുന്നത്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ സ്ഥിരീകരിക്കാം എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മീഡിയസ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ പോകുന്ന അപകടം എന്ന് പറഞ്ഞാൽ ട്രംപിന് വന്നു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലും ട്രംപും കൂടി ഇറാനെ തീർക്കും. ആയത്തുള്ള കൊമേൻ്റെ മയ്യത്ത് നമസ്കാരം നടത്താമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹിസ്ബുള്ള തീരും, ഹൂതികൾ തീരും, ഒക്കെ തീരും. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ സമാധാന പ്രേമികളായ മുസ്ലിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവർ ഹൂതികൾ എങ്ങോട്ടാ പിന്നെ റോക്കറ്റ് വിടുന്നത്? അബുദാബിക്ക്, UAE, സൗദി അറേബ്യക്ക്. അതുമാത്രമല്ല, പണ്ട് ഇറാനികൾ പിന്നെ ആക്രമിച്ചത് പിന്നെ സൗദിയിലെ ഏറ്റവും പരിശുദ്ധമായ ഭൂമിയായിട്ടുള്ള ലോക മുസ്ലിങ്ങളുടെ പരിശുദ്ധ ഭൂമി എന്നാണ് പറയണേ. മക്കയിലും മദീനിലും കയറിയിട്ട് അതിക്രമം നടത്തിയവരെ ഇവർ. അപ്പോൾ ഇവരെന്ത് മതം ഉണ്ടാക്കാനാണ് വരണേ? അല്ലെങ്കിൽ എത്ര മതത്തിൻ്റെ പേരിൽ അക്രമം? ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മറ്റേ റിപ്പബ്ലിക്കൻ പാർട്ടി ആവട്ടെ, ഡെമോക്രാറ്റിക് പാർട്ടി ആവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, BJP ആവട്ടെ, എന്തിനാണ് ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ അതിക്രമം ഉണ്ടാക്കണേ? നമുക്കൊരു മനുഷ്യന് ഒരു തുള്ളി ചോര കൊടുക്കാൻ പറ്റിയാൽ അത് സന്തോഷം. അയാളെ മതവും രാഷ്ട്രീയം നോക്കിയിട്ടല്ല. അയാൾ അപകടത്തിൽപ്പെടുമ്പോൾ ആരും അറിയാത്ത, നമുക്ക് പേരറിയാത്ത ഒരാൾക്ക് ഒരു തുള്ളി ചോര കൊടുക്കാൻ പറ്റിയ അതാണ് സന്തോഷം. അവിടെ അതിന് നിൽക്കാതെ ഇവർ മതം നോക്കി, രാഷ്ട്രീയം നോക്കി മനുഷ്യരെ കൊല്ലുന്ന ഈ സംസ്കാരത്തിന് അവസാനം വരാൻ പോവാണ്. പക്ഷേ ട്രംപ് രാഷ്ട്രീയവും മതവും നോക്കിയിട്ട് തന്നെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ പക്ഷേ എന്നാലും ലോകത്തിന് ഗുണമായിട്ട് തീരും. കാരണം ട്രംപിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അമേരിക്കയിലെ. അപ്പോൾ ഡെമോക്രാറ്റുകളെ പോലെ അത്രയും ലിബറൽ അല്ല പൊതുവേ. കാരണം മറ്റേതൊരു ലെഫ്റ്റ് ലിബറൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർക്ക്. പക്ഷേ ട്രംപ് പിന്നെ ഒന്ന് കടുത്ത് വൈകാരികമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്. പിന്നെ മൂപ്പരെന്ന് വെച്ചാൽ മൂപ്പരെ പാർട്ടിയുടെ പൊളിറ്റിക്സും അത് തന്നെയാണ്. എന്നാൽ തന്നെ മാനുഷികമായിട്ട് ട്രംപ് ചെയ്യാവൂ എന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇവരെ തീർക്കണം എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇവർ ഇറാനെ തീർത്ത് കളയണം, ആയത്തുള്ള കൊമേനിയെ തീർത്ത് കളയണം. അവിടെയുള്ള മനുഷ്യരെ രക്ഷപ്പെടുത്തണം. ഇറാനിലുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഒരു കൊച്ചു പെൺകുട്ടി തട്ടട്ടപ്പം കാറ്റടിച്ചപ്പം മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവളെ ചവിട്ടിക്കൊന്ന ടീമാണ്. പിന്നെ അതിൻ്റെ പേരിലുള്ള പ്രക്ഷോഭങ്ങൾക്കകത്ത് 600ഓളം പേരെ, 500 പേരെ കൊന്നുകളഞ്ഞതാണ്. 5000-ലേറെ പേരെ ജയിലിലടച്ചതാണ്. അപ്പോൾ അവരോടൊക്കെയുള്ള പ്രതിഷേധം നമുക്ക് തീർക്കണം. പക്ഷേ ട്രംപ് ലോകം മുഴുവൻ ഭരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് അപകടമാവും. പക്ഷേ അതിന്
ഇയാൾ സമ്മതിക്കും നിൽക്കുന്നില്ല. നരേന്ദ്രമോദി അപ്പം പറയും തൊമ്പേ ഞാൻ എൻ്റെ പണിയെടുത്താൽ മതി, മര്യാദക്കൊന്നോ, മര്യാദക്കല്ല എന്നുണ്ടെങ്കിൽ നിലനിർത്താൻ എനിക്കറിയാമെന്നുള്ളത് പറയും. അത്രയേ ഉള്ളൂ. ഓക്കെ.